ഏകദേശം ഒരു 22 വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് ഞാനും അപ്പച്ചനും അമ്മയും കൂടെ ഞങ്ങൾ മാത്രമായിട്ട് ഒരുമിച്ച് ഒരു ഫാമിലി ട്രിപ്പ് പോകുന്നത്. പല പല കാരണങ്ങൾ കൊണ്ടും എല്ലാവരുടെയും തിരക്ക് കൊണ്ടും ഞങ്ങൾ എത്ര ട്രിപ്പ് പ്ലാൻ ചെയ്താലും ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ല. പക്ഷേ ഇത് അത്ര വലിയ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഈവനിങ് പ്ലാൻ ചെയ്യുന്നു, ഒരു നെക്സ്റ്റ് ഡേ ഞങ്ങൾ അങ്ങ് ട്രിപ്പ് പുറപ്പെട്ടു. ഞങ്ങൾ പോയത് എവിടേക്കാണെന്നറിയോ? കൂർഗിലേക്കാണ് പോയത് കേട്ടോ. ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന കൂർഗ് ഭയങ്കര ഭംഗിയുള്ള, ഭയങ്കര പച്ചപ്പും മനോഹാരിതയും ഒക്കെയുള്ള ഭയങ്കര അടിപൊളി ഒരു സ്ഥലമാണ്. ഞങ്ങൾ ആദ്യം കണ്ട ഈ സ്ഥലത്തിൻ്റെ പേരാണ് ആബി ഫോൾസ്. ഒരു വെള്ളച്ചാട്ടമാണ്. പക്ഷേ ഇപ്പോൾ മഴ കുറവായതുകൊണ്ട് അവിടെ വെള്ളം കുറവായിരുന്നു. ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കാപ്പി പ്ലാന്റേഷൻ്റെ ഇടയിലുള്ള നല്ല ഭംഗിയുള്ള ഒരു നല്ല കാപ്പി പ്ലാന്റേഷനാണ്. അപ്പച്ചനും അമ്മയൊക്കെ നല്ലോണം ടൈം സ്പെൻഡ് ചെയ്തു. അവരൊത്തിരി ദൂരം ഇറങ്ങി കയറിയൊക്കെയാണ് ഇത് കണ്ടത് കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് രാജാ സീറ്റ് എന്ന് പറയുന്ന ഒരു ട്രോപ്പിക്കൽ ഗാർഡൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ ഫ്ലവേഴ്സും ഇവർ എന്ത് വളമാണ് ഇട്ട് കൊടുക്കുന്നതെന്ന് അറിഞ്ഞൂടാ. നല്ല വലിയ വലിയ പൂക്കളാണ്. ഇത് പൂക്കൾ എന്നല്ല പറയണ്ട, ഫ്ലവർ ബെഡ് പോലെയാണ് കിടക്കുന്നത്. ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈവനിങ് സൺസെറ്റാണ്. സൺസെറ്റ് കാണാൻ ഞങ്ങൾ ചെന്നപ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. സൺസെറ്റ് ആകുമ്പോഴേക്കും അങ്ങ് ഒത്തിരി പിള്ളേരൊക്കെ വരാൻ തുടങ്ങി. നമ്മുടെ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒക്കെ സ്കൂൾ കുട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരും പറയുന്നത് ഞങ്ങൾ പോയത് ഓഫ് സീസൺ ആണെന്നാണ്. പക്ഷേ എന്നാലും അത്യാവശ്യം കൂർഗിൽ നല്ലൊരു ക്ലൈമറ്റും കുറച്ച് തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. ഇതേ കണ്ടോ, സൺസെറ്റ് ആയി തുടങ്ങി. ഇപ്പോൾ ഇങ്ങനെ നോക്കിയിരിക്കുമ്പോൾ നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ സണ്ണുള്ളിലേക്ക് പോകുന്നത് കാണാൻ പറ്റും. പിന്നെ ഒരു പ്രത്യേക ക്ലൈമറ്റാണ്. ഇതുവരെ അത്യാവശ്യം ചെറിയ ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ സണ്ണങ്ങോട്ട് ഉള്ളിപ്പോയോടുകൂടെ തണുപ്പ് വരാൻ തുടങ്ങി. നമുക്ക് സഹിക്കാൻ പറ്റുന്ന തണുപ്പുള്ളൂ. നല്ലൊരു ക്ലൈമറ്റാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ കൂർഗിൽ പോകണം, ഇതെല്ലാം കാണണം, ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്യണം. പിന്നെ അവിടെയുള്ള ഫ്ലവേഴ്സിൻ്റെ കാര്യം വീണ്ടും എടുത്ത് പറയാം. എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഏത് ഫ്ലവർ കാണുമ്പോഴും അതിൽ നിന്നൊരു ഇളയോ തയ്യോ പൊട്ടിക്കാനുള്ള വല്ലാത്ത ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ ക്യാമറയുണ്ട്, നാളെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും വരുന്നു പറഞ്ഞ് പേടിപ്പിച്ചത് കൊണ്ടാണ് അമ്മയൊന്നും പൊട്ടിക്കാതിരുന്നത്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഫുഡ് കഴിക്കാനാണ്. ഞങ്ങൾ കൈലാഷ് പ്രഭാത് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ്, വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ് നിന്നാണ് കഴിച്ചത് കേട്ടോ. ഓത്തൻറ്റിക് കൂക്ക് ഫുഡൊക്കെ അന്വേഷിച്ചിരുന്നിട്ട് പ്രത്യേകിച്ചൊന്നും കിട്ടിയില്ല. ഡേ 2 ഞങ്ങൾ അധികം വൈകാതെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു. ഞങ്ങൾ ആദ്യം കാണാൻ പോയത് ഗോൾഡൻ ടെമ്പിൾ, കൂർഗിൻ്റെ ഗോൾഡൻ ടെമ്പിൾ എന്നറിയപ്പെടുന്ന നംഡ്രോളിംഗ് മോണ്ടെസറിയിലാണ്. ഇതൊരു ടിബറ്റൻ ബുദ്ധമത ക്ഷേത്രമാണ് കേട്ടോ. ക്ഷേത്രം മാത്രമല്ല, അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പഠിപ്പിക്കുന്ന ഒരു ആശ്രമവും കൂടിയാണ്. ബുദ്ധമതം അല്ലെങ്കിൽ ബുദ്ധമതവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ടെമ്പിൾസ് ഇന്ത്യയിൽ വളരെ കുറവാണ്. അത് മാത്രമല്ല, ഇവരെല്ലാവരും ടിബറ്റിൽ നിന്ന് ഒരു യുദ്ധകാലം ഉണ്ടായ സമയത്ത് 1950-കൾക്ക് ശേഷം ഇവിടെ വരികയും അവർക്ക് ഇവിടുത്തെ ഗവൺമെൻറ്, അതായത് അന്നത്തെ രാജാവോ ഗവൺമെൻറ്റോ ഇവർക്ക് കുറച്ച് ഏക്കർ കണക്കിന് സ്ഥലങ്ങൾ ഇവിടെ കൊടുക്കുകയും അതിനുശേഷം അവർ ഇവരുടെ ഒരു ടെറിട്ടറി ഇവിടെ ഉണ്ടാക്കുകയും ചെയ്തു. ഇവിടെ മൊത്തം നമ്മുടെ യോദ്ധ സിനിമയിലെ അക്കൂസേട്ടന്മാരാണ് കേട്ടോ. അതേ കണ്ടോ, ഇവരൊക്കെ കണ്ടോ കൊച്ചു കൊച്ചു കുട്ടികളാണ്. ഇവർ ഏകദേശം 4.5 വയസ്സ് തൊട്ടാണ് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങുന്നത്. അതിനുശേഷം ഇവരിവിടെ വരികയും ഇവിടുത്തെ ഹോസ്റ്റലിലും ആശ്രമത്തിലും നിന്ന് പഠിച്ച് 15 വയസ്സ് കഴിയുമ്പോൾ ഇവരെ കോളേജിനും കാര്യങ്ങൾക്കും പുറത്തു വിടുകയും ജോലിക്ക് വിടുകയും അങ്ങനെയൊക്കെ ചെയ്യുന്നു. നമ്മുടെ നാട്ടിലെ പള്ളിയിലെ അച്ഛന്മാരുടെ സെമിനാരി പോലെയൊക്കെ തന്നെയുള്ള ഏകദേശം ഒരു പരിപാടിയാണ് കേട്ടോ. ഇതാ കണ്ടോ, മണി അടിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മളുടെ ഈ ഗോൾഡൻ ടെമ്പിളിൻ്റെ അകത്ത് ഇവർക്ക് പ്രാർത്ഥിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളായിട്ടുണ്ട്. അത് കഴിയുമ്പോഴേക്കും ഈ ചെറുതും വലുതുമായ അക്കൂസേട്ടന്മാരൊക്കെ അതങ്ങനെ പെട്ടെന്ന് വന്ന് അവരുടെ സീറ്റിലിരിക്കാൻ തുടങ്ങും. അതെങ്ങനെ നല്ല രസമാണ് കണ്ടിരിക്കാനായിട്ട്. അപ്പോൾ അവർക്കൊരു ചെറിയ പേടിയൊക്കെ ഉണ്ട്. ലേറ്റായിട്ട് വരുന്നവർ അവിടെ അവരുടെ മെയിൻ വാർഡനായിട്ടുള്ള ആൾക്കാർ ജസ്റ്റ് ഒന്ന് കണ്ടുകൂട്ടി പേടിപ്പിക്കുന്നൊക്കെ ഉണ്ട്. ഇവരൊക്കെ കുറച്ച് സീനിയേഴ്സാണ് കേട്ടോ. ഇവരുടെ പ്രാർത്ഥനാ രീതികളും കാര്യങ്ങളെല്ലാം നമ്മളുടെ ഹിന്ദു മതവുമായിട്ട് കുറച്ച് റിലേറ്റഡ് ആയിട്ടാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയിട്ടുള്ളത്. ഇവിടെ ഇവർ 2 ബാച്ചുകളായിട്ടാണ് വന്ന് പ്രാർത്ഥിക്കുന്നത്. ആ മണി അടിക്കുമ്പോൾ കാലത്തും വൈകുന്നേരമായിട്ടാണ്. ഭാഗ്യവശാൽ നമ്മൾ വന്നത് കാലത്ത് കറക്റ്റ് സമയത്തായിരുന്നു. കണ്ടോ, നമ്മുടെ അമ്പലങ്ങളിലൊക്കെ ശംഖ് ഊതുന്നത് പോലെ തന്നെയാണ് അവർ ശംഖ് ഉപയോഗിക്കുന്നത്. പിന്നെ മണിയുണ്ട്. നമ്മുടെ നാട്ടിലുള്ള അതുപോലെ തന്നെയുള്ള താളിയോല ഗ്രന്ഥങ്ങൾ പോലെ അവരുടെ ടിബറ്റൻ ഭാഷയിൽ അച്ചടിച്ചിട്ടുള്ള താളിയോല ഗ്രന്ഥങ്ങളുണ്ട്. പിന്നെ ഇതാ കണ്ടോ, പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഒരു പുതിയ 50ൻ്റെ നോട്ട് അവരവിടെ കൊടുക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അങ്ങോട്ട് നേർച്ചയിടുകയാണ് ചെയ്യുന്നത്. ഇവരുടെ മതാചാര പ്രകാരം അത് നേരെ തിരിച്ചാണ്. എനിക്ക് കാര്യം കൃത്യമായിട്ട് മനസ്സിലായില്ല. പിന്നെ മൊബൈലൊക്കെ യൂസ് ചെയ്യുമ്പോൾ ഒരു ചെറിയ പേടിയുണ്ടായിരുന്നു. ഇതാണ് അവിടുത്തെ മെയിൻ ആയിട്ടുള്ള ആൾ. അദ്ദേഹവും മൊബൈലിൽ അത് ഷൂട്ട് ചെയ്യുന്നത് കണ്ടു. അവരുടെ കയ്യിലും നമ്മുടെ രുദ്രാക്ഷം പോലെ ഒരു ജപമാല ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഇതാണ് അവരുടെ മൈക്ക് പോലുള്ള ഉപകരണം. അവിടെ ദൂരെ കാണാനുണ്ടോ, അതിലാണ് അവർ അവരുടെ പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇനി നിങ്ങളൊന്ന് കണ്ണടച്ചിട്ട് അവരുടെ ഈ പ്രാർത്ഥന ഒരു ജസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് ഒന്ന് കേട്ട് നോക്കൂ കേട്ടോ. ഭയങ്കര പോസിറ്റീവ് എനർജിയാണ്.
ശ്രദ്ധിച്ച് നോക്കിയാൽ ഇടയ്ക്ക് ഇതുപോലെയുള്ള മടിയുള്ള കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ ഇവിടുത്തെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഒത്തിരി ചുവർ ചിത്രങ്ങളുണ്ട്. ഇതിൽ പല ചുവർ ചിത്രങ്ങളെയും കാണുമ്പോൾ നമുക്ക് നമ്മുടെ പള്ളിയിലുള്ള മാതാവായിട്ടും പിന്നെ ഭദ്രകാളിയുടെ രൂപമായിട്ടും പിന്നെ പല പല രൂപങ്ങളായിട്ടും നമുക്ക് തോന്നുന്നുണ്ട്. ഇതിൽ ആരൊക്കെയാണ് നമുക്ക് റിസംബിൾ ചെയ്യാൻ പറ്റുന്നതെന്ന് എനിക്ക് അറിയുന്നില്ല. ഒത്തിരി വ്യാളിയും കാര്യങ്ങളും പിന്നെ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കാര്യം ഇവരുടെ ഈ വാതിലാണ് കേട്ടോ. ഈ വാതിലിൽ നല്ല അടിപൊളി കൊത്തുപണികളാണ്. ഇതിൻ്റെയൊക്കെ വെയിറ്റ് ഉണ്ടല്ലോ, നമുക്ക് തൊടുമ്പോൾ തന്നെ അറിയാനുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അവരുടെ കയ്യിൽ താളിയോല പോലെ ഒരു ഗ്രന്ഥമുണ്ടെന്നത്, ഇതാണ് അതിൻ്റെ ഏറ്റവും ക്ലോസപ്പ് ആയിട്ടുള്ള വ്യൂ. അവരുടെ ഭാഷയിലുള്ള ലിഖിതങ്ങളാണ് അതിൽ എഴുതിയിട്ടുള്ളത്. പ്രിൻ്റഡ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇത്രയൊക്കെ അടുത്ത് കാണാനായിട്ട് പറ്റുന്നുള്ളൂ. ഞാൻ ഈ കംപ്ലീറ്റ് 3 days അവിടെ സ്പെൻഡ് ചെയ്തതിൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സ്പോട്ട് ഈ ഒരു ഗോൾഡൻ ടെമ്പിൾ ആയിരുന്നു കേട്ടോ. ഞാൻ അവിടെ കുറച്ച് സമയം മെഡിറ്റേറ്റ് ഒക്കെ ചെയ്തു. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒത്തിരി ടൂറിസ്റ്റുകൾ അവിടെ വരുന്നുണ്ട്. പലരും ഈ ബുദ്ധമതത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരും മെഡിറ്റേഷനും യോഗ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഇൻട്രസ്റ്റ് ഉള്ളവരാണ് കൂടുതലും അവിടെ വരുന്നത് കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും ഈ ചുവർ ചിത്രങ്ങളിലേക്ക് എൻ്റെ ഇൻട്രസ്റ്റ് പോയി. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്ക് എത്ര അവിടെ നിന്നിട്ടും പിന്നെയും അതിൻ്റെ അകത്തേക്ക് പോയിട്ട് അവിടുത്തെ ഭംഗി കാണാനാണ് തോന്നുന്നത്. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ ബുദ്ധൻ്റെയും പിന്നെയുള്ള പ്രതിമകളൊക്കെ വളരെ സ്വർണ്ണ പ്രഭയിലാണ് ഇരിക്കുന്നത്. പിന്നെ ഇവരുടെ ഈ പ്രാർത്ഥന കറക്റ്റായിട്ടാണോ ചെയ്യുന്നത് എന്ന് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ മെയിനായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ അക്കൂസേട്ടന്മാരൊക്കെ വളരെ പ്രാർത്ഥന ശ്രദ്ധയോടും പേടിയോടും കൂടിയാണ് ഇരുന്നിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ടോ, അവരെ മോണിറ്റർ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ അവിടെ പ്രത്യേകമുണ്ട്. പിന്നെ അകലെ ആ ദൂരത്തിൽ കാണുന്നത് അവരുടെ ഇപ്പോഴത്തെ ബുദ്ധമതത്തിൻ്റെ അധ്യക്ഷരുടെ ഫോട്ടോസ് ആണെന്ന് തോന്നുന്നു. ശരിക്കും പറഞ്ഞാൽ വിസയും ഫ്ലൈറ്റ് ടിക്കറ്റും ഇല്ലാതെ പെട്ടെന്നൊന്ന് ടിബറ്റ് വരെ പോയി വന്ന പോലെ ഉണ്ടായിരുന്നു ഈ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞങ്ങൾ പുറത്ത് വന്നപ്പോൾ കുറച്ച് കുഞ്ഞു അക്കൂസേട്ടന്മാരുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ഞാൻ അവരായിട്ടൊന്ന് ചെറുതായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചു. അവർക്ക് നമ്മുടെ ഭാഷയൊന്നും മനസ്സിലാവുന്നില്ല. പക്ഷേ എന്നാലും ജസ്റ്റ് പേര് പറയും, ഷേക്കിൻ്റെ കൊടുക്കുകയൊക്കെ ചെയ്തു. ഇവരെല്ലാവരെയും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒരുപോലെ തോന്നും കേട്ടോ. നമുക്കതിൽ വ്യത്യാസം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ഞങ്ങൾ ആശ്രമത്തിനകത്ത് തന്നെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അവരുടെ ഓതൻറ്റിക് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇത് ഒരു ക്രിസ്പി ന്യൂഡിൽസിനെ റാപ്പ് ചെയ്തിട്ടുള്ളൊരു റോളായിരുന്നു. പിന്നെ അമ്മ ന്യൂഡിൽസ് ഓർഡർ ചെയ്തു. പിന്നെ ഞങ്ങൾ മോമോ മഞ്ചൂരിയൻ കഴിച്ചു. അത് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡായിരുന്നു. പിന്നെ ടിബറ്റൻ ചായ ട്രൈ ചെയ്ത് നോക്കി. ഇതെല്ലാം അവരുടെ തന്നെ കൃഷിസ്ഥലങ്ങളിൽ വിളയിച്ചെടുക്കുന്ന പച്ചക്കറികളും മറ്റു ഉൽപ്പന്നങ്ങളും കൊണ്ട് ഉണ്ടാക്കുന്നതാണ്. അതുകൊണ്ട് മായമോ മന്ത്രമോ ഒന്നുമില്ല. അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ബ്രഹ്മഗിരി ഹിൽസ് കയറി കൊടക് ഡിസ്ട്രിക്റ്റിലുള്ള തലക്കാവേരി ടെമ്പിളിലാണ്. കടൽനിരപ്പിൽ നിന്നും 1276 മീറ്റർ മുകളിലുള്ള ഈ തലക്കാവേരി അമ്പലത്തിൽ നിന്നാണ് കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയപ്പെടുന്നത്. മലയൊക്കെ കയറി മുകളിൽ ചെന്നപ്പോൾ അമ്പലത്തിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല, കാരണം ഇത് സീസൺ ആയിരുന്നില്ല. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞങ്ങൾക്ക് അവിടെ വെച്ച് വലിയൊരു കടന്നൽ കൂട്ടത്തിനെ കാണേണ്ടി വന്നു. ലക്ഷക്കണക്കിന് കടന്നലുകളാണ് ഒരു കൂട്ടമായിട്ട് അങ്ങോട്ട് പറന്നു വന്നത്. പക്ഷേ അത് ഉപദ്രവിക്കുകയൊന്നും ചെയ്തില്ല. നമ്മളെ ഒരു കാറ്റൊക്കെ അങ്ങനെ കടന്നു പോയില്ലേ, പൊടിക്കാറ്റൊക്കെ കടന്നു പോയില്ലേ, അതുപോലെ അങ്ങനെ കടന്നു പോവുകയാണ് ചെയ്തത്. നമ്മൾ അവരെ തിരിച്ച് തട്ടിവിടുകയോ ഉപദ്രവിക്കുകയോ ഒന്നും ചെയ്യാതിരുന്നാൽ മതി. അത് നമ്മളെ യാതൊരു തരത്തിലും ഹാം ചെയ്യുന്ന ഒരു കടന്നൽ കൂട്ടമായിരുന്നില്ല. പക്ഷെ കാണുമ്പോൾ നമുക്ക് പെട്ടെന്ന് പേടിയാവും. നമ്മൾ ഈ കാണുന്ന ചെറിയ അമ്പലം പോലുള്ള പ്രതിഷ്ഠയില്ലേ, അവിടെയാണ് കാവേരിമ ഇല്ലെങ്കിൽ കാവേരി മാതാ പ്രതിഷ്ഠയുള്ളത്. അവിടെ നിന്നുള്ള ഒരു ഉറവയിൽ നിന്നാണ് കാവേരി നദിയുടെ പുണ്യനദിയായിട്ടുള്ള കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൻ്റെ ഇത്രയും വലിയ തമിഴ്നാടിൻ്റെ ഉള്ളിൽ കൂടെ ഒഴുകി വരുന്ന കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനം കിടക്കുന്നത് കർണാടകയിലെ ഈ ബ്രാഹ്മണഗിരി ഹിൽസിൻ്റെ മുകളിൽ നിന്നാണ് കേട്ടോ വരുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടുത്തെ ക്ലൈമറ്റ് ആണ്. പിന്നെ ഇവിടെ നിന്നുള്ളൊരു വ്യൂവും. നമ്മൾ ഇറങ്ങാൻ സമയമായപ്പോഴേക്കും അവിടെ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് കോടമഞ്ഞൊക്കെ ഇറങ്ങി ഭയങ്കര ഒരു ഡിവൈൻ ആൻഡ് സ്പിരിച്വൽ ഫീലൊക്കെ നമുക്കുണ്ടായിരുന്നു. ഞങ്ങൾ പോയ സമയം എഗെയിൻ തീരെ തിരക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും എൻജോയ് ചെയ്ത് കാണാൻ പറ്റി. മേലെ അമ്പലത്തിലൊക്കെ പോയി തൊഴുതു. പക്ഷേ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ അലൗഡഡ് ആയിരുന്നില്ല. സോ അതുകൊണ്ട് എനിക്കതൊന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞങ്ങൾ മലയൊക്കെ ഇറങ്ങി താഴെയുള്ള ത്രിവേണി സംഗമം കാണാൻ വേണ്ടി വന്നിട്ടോ. ഇവിടെ ഉള്ളത് നമ്മുടെ മുകളിൽ നിന്ന് പുറപ്പെട്ടു വരുന്ന കാവേരി നദിയും സുജോതി നദിയും കന്യകാ നദിയും കൂടി ചേരുന്ന ത്രിവേണി സംഗമമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും പ്രയാഗ്രാജിൽ പോയിട്ട് മഹാകുംഭമേളയിലെ ത്രിവേണി സംഗമത്തിൽ കുളിക്കാൻ പറ്റാത്തവർക്ക് നമ്മുടെ സ്വന്തം അടുത്ത് കിടക്കുന്ന കർണാടകയ്ക്കകത്ത് പോയിട്ട് ഈ ത്രിവേണി സംഗമത്തിനകത്ത് നമുക്കൊരു ഹോളി ഡിപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം ഇവിടുത്തെ ഗവൺമെൻറ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് വരുന്നത്. അപ്പോൾ നമുക്കവിടെ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു കാര്യങ്ങളൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ വേറെ ഡ്രസ്സൊന്നും ക്യാരി ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ജസ്റ്റ് കാലൊക്കെ നനച്ച് ജസ്റ്റ് കുറച്ച് വെള്ളമൊക്കെ തലയിൽ തെളിച്ച് ഹാപ്പി ആയിട്ട് നമ്മൾ കയറി വന്നു. എന്തായാലും നോർത്ത് ഇന്ത്യയിൽ പോയിട്ട് ഗംഗാനദിയിൽ മുങ്ങാൻ പറ്റാത്തവർക്ക് സൗത്ത് ഇന്ത്യക്കാരുടെ ഗംഗ എന്നറിയപ്പെടുന്ന ഒരു ഹോളി റിവറാണ് നമ്മുടെ കാവേരി നദി. 3rd ഡേ ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ ഡുബാര എലിഫന്റ് ക്യാമ്പിലെത്തി. ഈ പുഴ മുറിച്ച് കിടക്കുന്നത് കുറച്ച് അഡ്വഞ്ചറസ് ആണ്, കാരണം നല്ല വഴുക്കലുണ്ട്. ഈ മണൽച്ചാക്കുകൾ മുറിച്ച് കടന്ന് വേണം നമ്മൾ അപ്പുറത്തെ ഭാഗത്തുള്ള ഡുബാര എലിഫന്റ് ക്യാമ്പിൽ എത്താനായിട്ട്. ഭയങ്കര ഒരു അഡ്വഞ്ചറസ് എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ലൈഫിൽ 1 ടൈമെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യണം. എൻട്രി ഫീസ് വരുന്നത് ഒരാൾക്ക് 120 റുപ്പീസ് ആണ്. ഡുബാര എലിഫന്റ് ക്യാമ്പിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പൂരത്തിന്
ഫെസ്റ്റിവൽസിനും പിന്നെ ഉത്സവങ്ങൾക്കും എല്ലാം എഴുന്നള്ളിച്ച് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്ന എലിഫൻസ് അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള പെറ്റ് അനിമൽസിനെ പോലെ നമുക്ക് കളിപ്പിക്കാനും തൊടാനും കുളിപ്പിക്കാനും ഫുഡ് കൊടുക്കാനും ഒക്കെ പറ്റും. ആദ്യം ഞാൻ പോയത് എലിഫൻറ്റിനെ കുളിപ്പിക്കാനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ആനകളെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നമ്മുടെ നാട്ടിലുള്ളൊരു സിറ്റുവേഷൻ വെച്ച് ആനകൾ അടുത്ത് പോകാനോ തൊടാനോ അല്ലെങ്കിൽ കയറാനോ ഒന്നും എനിക്ക് പറ്റിയിട്ടില്ല. എൻ്റെ ലൈഫിൽ തന്നെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസിലാണ് ഞാൻ ആനയെ തൊടുന്നത്. ഇതാ കണ്ടോ, ഞാൻ അടുത്ത് പോയി. എനിക്ക് ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്, എന്നാലും ഞാനിങ്ങനെ സൈഡിൽ കൂടെയൊക്കെ പോയി ആനയെ ഒന്ന് കുളിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. ആനയെ കുളിപ്പിക്കുന്ന ടിക്കറ്റിന് 300 രൂപയാണ് വില. എന്നാലും സാരമില്ല, ആനയെ ഒന്ന് തൊടാൻ പറ്റുമല്ലോ എന്ന് കരുതി ഞാൻ പോയി ടച്ച് ചെയ്ത് നോക്കി. ഭയങ്കര ഹാർഡായിട്ടുള്ളൊരു സ്കിന്നാണ് കേട്ടോ ആനയ്ക്കുള്ളത്. അവരുടെ മുടിയൊക്കെ ഇങ്ങനെ കുത്തുന്ന കുഞ്ഞു കുഞ്ഞു മുടികളാണ്. തലയിൽ കുഞ്ഞു കുഞ്ഞു മുടി ഉണ്ടായിരുന്നു ഈ ആനയ്ക്ക്. കണ്ടോ, നല്ല ആനക്കുട്ടനായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് കുളിപ്പിച്ചു കൊടുത്തു. പിന്നെ ആനയെ കുളിപ്പിച്ചു കൊടുത്തതിന് ശേഷം ആന നമ്മളെയും തിരിച്ച് കുളിപ്പിച്ച് തരും. അത് ഈ വീഡിയോൻ്റെ എൻഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒത്തിരി ടൂറിസ്റ്റുകളും ആൾക്കാരൊക്കെ വന്ന് ഇങ്ങനെ ആനക്കുട്ടന്മാരെ മാറി മാറി അവിടെ കുളിപ്പിക്കുന്നുണ്ട്. മുട്ടറ്റ അവിടെ വെള്ളമുള്ളൂ. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാനും അവരുടെ കൂടെ സെൽഫി എടുക്കാനും ആനയെ കുളിപ്പിക്കാനൊക്കെ പറ്റും. ഇവർക്ക് ആർക്കും അക്രമാസക്തമായ ഒരു സ്വഭാവവും ഇല്ല. ഇവരെല്ലാം ഭയങ്കര ഹാപ്പിയാണ്. കണ്ടോ, നമ്മളെ തിരിച്ചവർ കുളിപ്പിച്ച് തരുന്നത് കണ്ടോ. അവരെ നമ്മൾ കുളിപ്പിച്ച് കഴിഞ്ഞാൽ തിരിച്ച് അവർ നമ്മളെ കുളിപ്പിച്ച് വെള്ളം ചീറ്റി കുളിപ്പിക്കും. ഇത് ഈ ആനപ്പാപ്പാനായിട്ടുള്ള പയ്യൻ പറയുന്ന കമാൻഡ് അനുസരിച്ചിട്ടാണ് അവൻ വെള്ളം എടുത്ത് നമ്മുടെ മേത്തേക്ക് ചീറ്റിക്കുന്നത് കേട്ടോ. ഇവരുടെ ഈ പറയുന്ന പാപ്പാന്മാർ, 2 പാപ്പാന്മാരാണ് ഒരു ആനയുടെ കൂടെ ഉള്ളത്. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്കറിയാം അവർക്ക് കാലിൽ ചങ്ങലയൊന്നും ഇട്ടിട്ടില്ല. അവർ വളരെ സ്വതന്ത്രരായിട്ടാണ് അവിടെ നടക്കുന്നത്. അവർക്ക് അവിടെ നല്ല ഫുഡും കാര്യങ്ങളും നല്ല വെള്ളവും അറ്റ്മോസ്ഫിയറും ഭയങ്കര സ്നേഹമൊക്കെ കൊടുത്താണ് അവരെ അവിടെ വളർത്തുന്നത്. ഇത് മാത്രമല്ല, സെപ്പറേറ്റ് ടിക്കറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആനയെ ഫീഡ് ചെയ്യാനും പിന്നെ എലിഫൻറ്റ് സഫാരി അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട്. ഞങ്ങൾ പിന്നെ കാരണം എൻ്റെ അമ്മയെ സംബന്ധിച്ചിടത്തോളം അമ്മ ചെറുപ്പത്തിലൊക്കെ ആനയെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. അമ്മയുടെ വീട് താണിക്കുടം അമ്പലത്തിൻ്റെ മുന്നിലായിരുന്നു. അപ്പോൾ അവിടെ വിഷുവേലയ്ക്ക് ആനയെ എഴുന്നള്ളിക്കാൻ കൊണ്ടുവരുമ്പോൾ ഇവരുടെ വീടിൻ്റെ പറമ്പിലേക്ക് കൊണ്ടുവരികയും അവിടെ കിണറ്റിൽ നിന്ന് വെള്ളം കുടിക്കുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അമ്മ ആനയൊക്കെ ഇഷ്ടം പോലെ കണ്ടതുകൊണ്ട് അമ്മയ്ക്ക് ഇതിനകത്ത് വലിയൊരു എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ എന്നെപ്പോലെ ഒരു ഇൻട്രസ്റ്റോ ഒന്നും തോന്നിയില്ല. ഞാൻ നോക്കി നിന്നപ്പോൾ പിന്നെയും അടുത്ത കുറച്ച് വയസ്സായിട്ടുള്ളൊരു പിടിയാന വന്നിട്ടോ. എല്ലാ ആനകളും ഇതുപോലെ ചങ്ങലയൊന്നും ഇല്ലാതെ അവിടെ വളരെ സ്വതന്ത്രരായിട്ടാണ് നടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ കാണുന്നത് ആനക്കുട്ടന്മാർ കുളിയൊക്കെ കഴിഞ്ഞത് അവർ നല്ല അടിപൊളിയായിട്ട് ഫ്രഷായിട്ട് നടന്നു വന്ന് അവർ ഭക്ഷണം കഴിക്കാൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അവർക്ക് അവിടെ കൊടുക്കുന്ന ഭക്ഷണം നമ്മൾ കണ്ടത് കരിമ്പ്, പൈനാപ്പിൾ, പിന്നെ വന്നിട്ട് റാഗിയിൽ ഇങ്ങനെ ഉണ്ട പോലെ ആക്കിയിട്ടുള്ള എന്തോ ഒരു ഫുഡാണ് കൊടുക്കുന്നത് കണ്ടത്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആനകൾ എത്ര ശ്രദ്ധയോടെയാണ് കാലൊക്കെ എടുത്ത് വെച്ച് കടന്നു പോകുന്നത് കാണാൻ. കണ്ടോ, ഒരു ഭയങ്കര കെയർഫുള്ളായിട്ടാണ് നടന്നു പോകുന്നത്. ഈ ആനയ്ക്ക് ചങ്ങലയിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ആനകൾക്കൊന്നും അങ്ങനെ ചങ്ങലയിട്ട് നമ്മൾ കണ്ടില്ല. പിന്നെ അവരുടെ ഇടയിൽ കൂടെ അവിടെ കുഞ്ഞു നായ്ക്കുട്ടികൾ കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. ഈ ആനയുടെ പിന്നാലെ ഒരു പട്ടിക്കുട്ടൻ നടന്നു വരുന്നുണ്ടായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ആനയ്ക്ക് ആ കുഞ്ഞു പട്ടിക്കുട്ടിയെ പേടിയാണ്. കണ്ടോ, ആന പതുക്കെ ഒന്ന് സ്ലോ ആയി നീങ്ങി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ 3 ദിവസത്തെ കൂർഗ് വിശേഷങ്ങൾ. അപ്പം ഞാൻ എല്ലാ സ്ഥലത്ത് പോകുമ്പോഴും കുഞ്ഞു കുഞ്ഞു വീഡിയോസായിട്ട് എടുത്ത് വെച്ച് നമുക്ക് യൂട്യൂബിനകത്ത് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മെമ്മറബിൾ ട്രിപ്പ് എക്സ്പീരിയൻസിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത് കേട്ടോ. ഒത്തിരി പ്ലാൻഡ് ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊന്നുമില്ല. ഇതിനകത്ത് എന്തെങ്കിലും കുറവുകളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. ജസ്റ്റ് ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങളൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഇങ്ങനൊരു വ്ളോഗ് ചെയ്യുന്നത്. ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് ഇറ്റ്. താങ്ക് യു സോ മച്ച്. അടുത്തൊരു വ്ളോഗിൽ നമുക്ക് കാണാൻ പറ്റും എന്ന് പ്രതീക്ഷിക്കാം. എനിക്ക് ഉറപ്പൊന്നുമില്ല കേട്ടോ അടുത്തൊരു വ്ളോഗ് എപ്പോൾ ഇടാൻ പറ്റുമെന്ന്. പക്ഷേ ഞാൻ പണ്ടത്തെക്കാളും ഫ്രീക്വൻ്റ് ആയിട്ട് കുഞ്ഞു കുഞ്ഞു വ്ളോഗുകളൊക്കെ ഇടാൻ ശ്രമിക്കുന്നുണ്ട്. ഞങ്ങളുടെ ഫാമിലിക്ക് ഇത് ഒരുപാട് നാളിന് ശേഷമുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ പാരൻസൊക്കെ ആയിട്ട് അധികം വൈകാതെ ഒരു ട്രിപ്പൊക്കെ പോകാൻ ശ്രമിക്കണം. നമ്മുടെ ലൈഫിലെ തിരക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇടയ്ക്ക് ഫാമിലിയുമായിട്ടുള്ള ഇങ്ങനെ ചില ട്രിപ്സൊക്കെ മാൻഡേറ്ററി ആണ്.